കൂടരഞ്ഞിയിൽ ഒരു മാസത്തോളമായി ഭീഷണി ഉണ്ടാക്കിയിരുന്ന പുലി ഇപ്പോൾ കൂട്ടിൽ കുടുങ്ങിയിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. 15 ദിവസത്തോളമായി വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ കൂട് സ്ഥാപിച്ചിരുന്നു. അതെ, ഇവിടെ ഒരു മാസമായിട്ട് പുലിയുടെ ശല്യം ഉണ്ടായിരുന്നു. അടുത്ത വീട്ടിലെ പട്ടീനെയൊക്കെ പുലി പിടിച്ചോണ്ട് പോയി. പൈക്കാട്ട് ജോളിയുടെ ഭാര്യ ആടിനെ തീറ്റാൻ പോയപ്പോൾ ആരോ ഓടിക്കോ എന്തൊക്കെ ചെയ്തു. പിന്നെ ഇവിടുന്ന് രാത്രിക്കും പിന്നെ അതിരാവിലെയൊക്കെ ഈ പുലി കരയുന്ന ഒച്ച കേൾക്കാം. ചേട്ടപ്പതിൽ വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു? അവർ വന്നു നേരെ സാധനം നമ്മളെ പുലിനെ കാണിച്ചൊന്നുമില്ല. നമ്മളെ അത് കൂടെ കെട്ടി, കാരണം പുലി കുറച്ച് വയലുണ്ടായിരുന്നു. ആ വയലിലായതുകൊണ്ട് അവർ നേരെ കൂടെ കെട്ടി പ്ലാസ്റ്റിക് മൂടി കെട്ടി അവർ കൊണ്ടുപോയത്. താമസിച്ചിരിക്കുന്നവർ അതിന്റെ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുപോയെന്നാണ് പറയുന്നത്. ഇവർ എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. വനം വകുപ്പ് ഇനി ചെയ്യാൻ പോകുന്നവർ എന്താണെന്ന് പ്രവർത്തനം നമുക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ പ്രദേശത്ത് തന്നെ ഇറക്കി വിടാതെ വേറെ എന്തെങ്കിലും മാറും നോക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. നമുക്ക് ഇവിടെയുള്ള പ്രദേശങ്ങളിലെ ഈ റബ്ബർ വെട്ട് ടാപ്പിംഗുകാർക്കൊക്കെ ഭയങ്കര ഭീഷണിയായിരുന്നത്. റബ്ബർ വെട്ടാന്ന് പറഞ്ഞാൽ പുലി എവിടെയോ പതുങ്ങിയിരിപ്പുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ലല്ലോ. അപ്പം ഈ പുലിയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരു ഭയമാണ് ഉള്ളിൽ. വീട്ടിൽ നിന്ന് പിന്നെ റബ്ബർ വെട്ടാൻ പോകുന്ന കഴിഞ്ഞാൽ വീട്ടിലുള്ളവർക്കും ഭയമാണ്. കാരണം തിരിച്ചു വരുന്നവരും വരെ അല്ലെങ്കിൽ ഇടയ്ക്ക് അവർ ഫോൺ വിളിച്ച് അന്വേഷിക്കും. ഇച്ചിരി താമസിച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ളവർ ഫോൺ വിളിച്ച് അന്വേഷിക്കും. കാണാതെ വരുന്നുണ്ട്. അപ്പോൾ റബ്ബർ വെട്ടാനും ആ മലയിലെ മുകളിലൊക്കെ ഇങ്ങനെ റബ്ബർ വെട്ടാൻ പോണവരുണ്ട്. അവരൊക്കെ വെളുപ്പിന് കയറിപ്പോയി വെട്ടുന്നതായിരുന്നു. ഇപ്പോൾ അവർ നേരം വെളുത്തിട്ടാണ് പോണേ. ഈ കടുവയുടെ അല്ലെ കടുവയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലാണെന്നു, പുലിയാണെന്ന് ഫോറസ്റ്റുകാർ പറയുന്നു. ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് പുലിയാന്ന് അറിയുന്നത്. അപ്പോൾ അത്രയും വിഷമിച്ചാണ് ഇവിടെയുള്ള ആൾക്കാർ കൃഷിസ്ഥലങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യുന്നത്.